വാണിയപ്പാറ ഉണ്ണിയേശു പള്ളി സെമിത്തേരിയിലെ 38-ാം നമ്പർ കല്ലറയിലെ ദുരൂഹത അകറ്റാൻ ഒടുവിൽ തുറന്നു പരിശോധിക്കാൻ തീരുമാനം. പള്ളി അധികൃതരുമായി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ നടത്തിയ ചർച്ചയിലാണ് ഈ തീരുമാനമുണ്ടായത്. സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. RDOയുടെ അനുമതി കിട്ടിയാൽ ഉടൻ കല്ലറ തുറന്ന് ശാസ്ത്രീയ പരിശോധന നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. കല്ലറയ്ക്ക് പോലീസ് കാവലും ഏർപ്പെടുത്തി. വാണിയപ്പാറ ഉണ്ണിമിഷ പള്ളിയിലെ 38-ാം നമ്പർ കല്ലറ തുറന്നു പരിശോധിക്കാൻ ഒടുവിൽ തീരുമാനമായിരിക്കുന്നു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും പള്ളി വികാരിയും അതുപോലെ തന്നെ ഇടവക അംഗങ്ങളും പള്ളി കമ്മിറ്റി ഭാരവാഹികളും ചേർന്ന യോഗത്തിലാണ് തീരുമാനമായത്. RDOയുടെ അനുമതി ലഭിച്ചാൽ നാളെയോ മറ്റന്നാളോ ഈ ഒരു കല്ലറ തുറന്ന് പരിശോധിക്കും. ഈ പായയിൽ പൊതിഞ്ഞിരിക്കുന്ന ഈ വസ്തു എന്താണ്, അതാണ് പ്രധാനമായും അന്വേഷിക്കുക. ഏതായാലും ഏറ്റവും ഒടുവിലായി 2014 ഇത്തരത്തിൽ തിരോധാനം സിജോസ് കറിയ എന്ന് പറയുന്ന യുവാവിൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട നൽകിയ DGPക്ക് നൽകിയ പരാതിയെ തുടർന്നാണ് കണ്ണൂർ അതുപോലെ തന്നെ കോഴിക്കോട് റൂറൽ SP-മാരുടെ നിർദ്ദേശപ്രകാരം DYSP-മാർ സ്ഥലത്തെത്തി ഇവരുമായി ചർച്ച നടത്തിയത്. ഏതായാലും ഈ ഒരു പായ തുറന്നു കഴിഞ്ഞാൽ അതിൽ എന്താണ്, മൃതദേഹമാണെങ്കിൽ അതിൽ തുടർ നടപടികൾ ഉണ്ടാകും. പ്രത്യേകിച്ച് ഈ കുടുംബം ആവശ്യപ്പെട്ടിരിക്കുന്നത്, സിജോയുടെ കുടുംബം ആവശ്യപ്പെട്ടിരിക്കുന്നത് DNA പരിശോധന നടത്തണമെന്നാണ്. ഇവരുടെ കുടുംബം നേരത്തെ തന്നെ പരാതി നൽകിയിരുന്നു. പക്ഷേ അന്ന് അന്വേഷണം നടത്തിയിരുന്നെങ്കിലും സിജോ എവിടെയാണെന്ന് കണ്ടെത്താൻ സാധിച്ചില്ല. 2021 ഏറ്റവും ഒടുവിലായി പരാതി നൽകിയിരുന്നത്. ആ ഒരു കാര്യത്തിൽ ഇപ്പോൾ തീരുമാനമാകുന്നു. ഇനിയിപ്പോൾ ആ DNA മൃതദേഹമാണെങ്കിൽ DNA പരിശോധന നടത്തും. തുടർന്ന് മറ്റ് നടപടികളിലേക്ക് സ്വീകരിക്കും. എങ്ങനെയാണ് സിജോ ഇത്തരത്തിൽ കാണാതായത്, അല്ലെങ്കിൽ ഈ ഒരു മൃതദേഹമാണെങ്കിൽ എങ്ങനെയാണ് കൊല്ലപ്പെട്ടത് തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം ഇനി പോലീസിന് കണ്ടെത്തേണ്ടി വരും. ഏതായാലും 10 ദിവസമായി തുടർന്ന് വരുന്ന ഒരു ദുരൂഹത അത് അവസാനിക്കാൻ പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. നാളെയോ മറ്റന്നാളായിരിക്കും ഇത് സംബന്ധിച്ച് കല്ലറ തുറന്ന് പരിശോധന നടത്തുക. പോലീസ് അന്വേഷണത്തിൽ നിലവിലെ തൃപ്തിയുണ്ടെന്നും ഈ പള്ളി വികാരി ന്യൂസ് 8 വ്യക്തമാക്കി. ആ ദുരൂഹതയ്ക്കും ജനങ്ങളുടെ മുഴുവൻ സംശയങ്ങൾക്കും വിരാമമാവുകയാണ്. കാരണം FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്തു. ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഇത് തന്നെയാണ്: എന്തുകൊണ്ട് ഇതുവരെ FIR ഇട്ടില്ല എന്നുള്ളതാണ് ചോദ്യം. അത് മനസ്സിലാക്കാൻ അതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രൊസീജിയേഴ്സും ഇതിനോടകം പോലീസുകാർ ചെയ്തതിന് ശേഷമാണ് ഇന്ന് വന്നിട്ട് ഇന്ന് FIR ഇടാൻ വേണ്ടിയിട്ട് തീരുമാനമായതും അതിന്റെ ബാക്കി നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നതും. അതിനാൽ ഇടവകയും ഞങ്ങളും ഇപ്പോൾ ഉള്ള കാര്യത്തിൽ ഫുൾ ക്ലാരിറ്റി ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഞങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ഇന്ന് മുതൽ അതുമായിട്ട് ബന്ധപ്പെട്ട് പോലീസുകാർ ഇവിടെ കാവൽ നിൽക്കുകയും കൂടെ ചെയ്യും എന്നുള്ളതാണ് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. ഈ ജനങ്ങൾക്ക് ഉണ്ടാവുന്ന ഈ സംശയം ദൂരീകരിക്കാൻ പോലീസ് തയ്യാറാണ്. എത്രയും പെട്ടെന്ന് തന്നെ അതിന്റെ സംശയ നിവാരണത്തിന് പോലീസ് മുന്നിട്ടിറങ്ങും. 13-ാം തീയതി പരാതി ലഭിച്ചിരുന്നെങ്കിലും ഇതിനുശേഷം നമ്മൾ ഈ പെറ്റീഷന്റെ അടിസ്ഥാനത്തിൽ PE ഓർഡർ ആക്കിയിരുന്നു. അതുപ്രകാരം അതിന്റെ പ്രിലിമിനറി എൻക്വയറി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ ഉണ്ടായത്. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കല്ലറയുടെ നമ്പർ മാറിയതും അതിന്റെ രജിസ്റ്റർ പരിശോധിച്ചപ്പോഴും ഇത്തരം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയത്. അങ്ങനെയാണ് 38-ാം നമ്പർ കല്ലറ പഴയ 23 നമുക്ക് ബോധ്യമായത്. ആ 23-ാം കല്ലറയിൽ രജിസ്റ്റർ പരിശോധിച്ചപ്പോഴാണ് അതിൻ്റെ അകത്ത് 2 പേരുടെ പേരുകൾ ഉണ്ടായിരുന്നു, മറിയാമ്മ എന്ന ആളുടെയും ജെയിംസ് എന്ന ആളുടെയും. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ 3ാമതൊരു ബോഡി ഉണ്ടെന്നാണ് അച്ഛൻ്റെ ഒരു സംസാരത്തിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്. അതിൽ നിന്ന് ആണ് FIR ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത് കേസ് അന്വേഷണം നടക്കാൻ വേണ്ടി പോകുന്നത്. സിജോയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ന്യൂസ് 8 കഴിഞ്ഞ ദിവസം വാർത്ത റിപ്പോർട്ട് ചെയ്തത്. തുടർന്ന് കുടുംബം DGPക്കും ആഭ്യന്തരമന്ത്രിക്കും പരാതി നൽകുകയായിരുന്നു. ഈ പരാതി വളരെ വേഗത്തിൽ തന്നെ പോലീസ് നടപടി സ്വീകരിക്കുന്നതാണ് നമ്മൾ ഇന്ന് കണ്ടത്. ഇന്ന് രാവിലെ മുതൽ തന്നെ ഇത് സംബന്ധിച്ച് അന്വേഷണം വൈകാതെ തന്നെ തുറക്കും എന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും ഒടുവിലായി ഈ സംഘം ഇവിടെ എത്തുകയും ചർച്ച നടത്തിയതിനു ശേഷമാണ് ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ കല്ലറ 38-ാം നമ്പർ കല്ലറ തുറന്നാൽ അതിനകത്ത് ഈ ഒരു പായയിൽ കെട്ടിച്ചു വെച്ച വസ്തു അതെന്ത് എന്നാണ് ഇനി ഏറ്റവും ആകാംക്ഷ. അത് ഏതെങ്കിലും തരത്തിൽ മൃതദേഹമാണെങ്കിൽ അത് വലിയ തോതിലുള്ള ഒരു മറ്റ് നടപടികളിലേക്ക് പോലീസിന് കടക്കേണ്ടി വരും. ഏതായാലും RDOന്റെ അനുമതി വൈകാതെ തന്നെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതിൽ. FIR ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ കുറേ ദിവസമായി പള്ളി വികാരി ഉൾപ്പെടെ ഇതിൽ പരാതി നൽകിയിട്ടും പോലീസ് FIR ഇടാൻ തയ്യാറായിരുന്നില്ല. 2006-ലെയും 2015-ലെയും മൃതദേഹമാണ് ഇതെന്ന് സ്ഥിരീകരിച്ച് മറ്റ് ദുരൂഹതകളില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസം ഒക്കെ കരിക്കോട്ടുകരി പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായതെങ്കിൽ ഇപ്പോൾ അതിൽ FIR ഇട്ടിരിക്കുന്നു. പോലീസ് കല്ലറ തുറന്ന് 38-ാം നമ്പറിൽ ഈ കല്ലറ തുറന്ന് ഇതിനകത്ത് പായയുടെ അകത്ത് ഈ ഉള്ള വസ്തു എന്ത്, മൃതദേഹമാണോ അതല്ല മറ്റെന്തെങ്കിലുമാണോ, എങ്ങനെയാണ് ഈ വസ്തു ഇവിടെ എത്തിയത് തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനുള്ള ഒരു നീക്കമായിരിക്കും ഇനി നടക്കുക. ഏതായാലും ഇനി വളരെ നിർണായകമായ നീക്കങ്ങൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വരും ദിവസം ഉണ്ടാകും. KB ബൈജു, ന്യൂസ് 18, കണ്ണൂർ.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.